CPIM എറണാകുളം ജില്ലാ സമ്മേളനം തുടങ്ങാനിരിക്കെ പാർട്ടി അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലർ കലാരാജു. പാർട്ടിക്കെതിരായ ആരോപണങ്ങളിൽ കലാരാജു ഉറച്ചു നിൽക്കുമ്പോൾ മറുവശത്ത് പാർട്ടിയെ ചതിച്ചു എന്നതാണ് CPIMന്റെ വാദം. അതേസമയം ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ പ്രതിയായ കേസിൽ കൂടുതൽ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് അന്വേഷണ സംഘം. കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ കേസിൽ CPIM ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ 4 പേരാണ് റിമാൻഡിലായത്. പാർട്ടി ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ 45 പേരെ പ്രതി ചേർത്താണ് കേസ്. കൂടുതൽ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കലാരാജുവിന്റെ രഹസ്യമൊഴി ഇന്നലെ രേഖപ്പെടുത്തി. കടവന്തറ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന കല കോലഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിലെത്തിയാണ് രഹസ്യമൊഴി നൽകിയത്. ഈ മാസം 25-ന് CPIM ജില്ലാ സമ്മേളനം തുടങ്ങാനിരിക്കെ പാർട്ടിക്കെതിരെയുള്ള ആരോപണങ്ങൾ കടുപ്പിക്കുകയാണ് കലാരാജു. ഇനിയൊരിക്കലും പാർട്ടിക്കൊപ്പം ഉണ്ടാകില്ലെന്നും കല വ്യക്തമാക്കി. 25 വർഷം ഞാൻ കൂടെ നടന്ന പാർട്ടി എന്നെ ഒരു 2 ദിവസം എന്നെ കണ്ടില്ല എന്നുള്ള പേരിൽ ഇത്രയും അക്രമം അഴിച്ചു വിട്ടപ്പോൾ ഇനി എനിക്ക് പാർട്ടിയെ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പ്രയാസമാണ്. തുടരാൻ എനിക്ക് ആഗ്രഹമില്ല. കലയുടെ ആരോപണങ്ങളെ രാഷ്ട്രീയമായി നേരിടാനാണ് CPIM തീരുമാനം. ഇതിനെ സാധൂകരിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവിട്ടിരുന്നു. ചേച്ചി ഇന്ന് ഒരു അവിശ്വാസ പ്രമേയത്തിന്റെ പേരിൽ ഒരാൾ അവർക്ക് വേണം, അതിനു വേണ്ടിയിട്ട് മാത്രം ചേച്ചി ശ്രമിക്കില്ല. അല്ലാണ്ട് ചേച്ചിയോട് ആത്മാർത്ഥതയോ എനിക്ക് ചേച്ചിയെ വിലക്കെടുക്കുകയോ കൂത്താട്ടുകുളത്ത് പോലീസിനെ ആക്രമിച്ച കേസിൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയും പ്രതി ചേർത്ത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. 24 കൊച്ചി.